ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എഗ്ഗിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നതിലേക്ക് ഒരു സവോളയും 2 പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴന്നു വരുമ്പം ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആൻഡ് ഇത്തിരി മുളക് പൊടി ലേശോട്ടോ, ഒരു പേരിനൊരു ഇത്തിരി ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചക്കുത്ത് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആൻഡ് ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിനെ ചിക്കുന്നില്ല, അത് അങ്ങനെ വെക്കുകയാണ്, അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മേലേക്ക് ഒരു ലേശം സോൾട്ട്, ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. കാരണം നമ്മുടെ എഗ്ഗ് യോക്ക് പൊട്ടിയിട്ടില്ല, ഇങ്ങനെയാണ്. ആൻഡ് ഇത്രയാണ് അതിൻ്റെ വേവിൻ്റെ പരുവം എന്നുള്ളത് കേട്ടോ. അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ആ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും ടേസ്റ്റും എഗ്ഗിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളി കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ. ട്രൈ ചെയ്ത് നോക്കുക.